നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വളരെ കുറച്ച് സാരിയെ കാണിക്കുന്നുള്ളൂ. അത് ബനാറസിയുടെ അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണ്. അല്ല, ബനാറസി നമ്മളെല്ലാം ബൂട്ടാസ് വരുന്ന ഡിസൈൻസ് എപ്പോഴും കണ്ട് മടുത്തില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് ഡിസൈൻസ്, ഇതിപ്പം ചെക്ക് ഡിസൈനാണ് വന്നിട്ട് കുഞ്ഞ് ചെക്ക്, എന്നിട്ട് ഈ ഒരു നല്ല ഒരു വീവിങ്ങും ബോർഡറും ഒക്കെ ബോർഡറും ഒക്കെ ആയിട്ട് നമ്മുടെ വേണ്ട ഓറഞ്ച് കളറാണല്ലോ ഈ വർഷം. എന്തുകൊണ്ടോ ആരെങ്കിലും ഒരാൾ പറയും വേണ്ട ഓറഞ്ച് ആണ് ഈ വർഷം ഹിറ്റ് എന്ന് പറയും. പിന്നെ അത് ഹിറ്റ് എന്ന് പറയും എല്ലാവരും പോകണത്. ഏതോ ഒരു നാവിന്ന് പറഞ്ഞിട്ട് അത് ട്രെൻഡ് സെറ്റർ ആയിട്ട് അങ്ങ് പുറപ്പെടുവിക്കുക. അപ്പൊ പിന്നെ അതാകും ഇത്. എനിക്ക് ഇത് കണ്ടോ, സാരി സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്, എലഗന്റ് ആണോ എന്ന് ചോദിച്ചാൽ എലഗന്റ് ആണ്, ക്ലാസ് ആണോ എന്ന് ചോദിച്ചാൽ ക്ലാസ് ആണ്. അങ്ങനെ ഞാൻ പറയുള്ളൂ. കാരണം അപ്പൊ പറയും വിദ്യയുടെ എല്ലാ വീഡിയോയ്ക്കകത്തും ഇങ്ങനെ തന്നെയല്ലേ പറയുന്നത്. ഞാൻ നല്ലതല്ലേ കാണിക്കുന്നുള്ളൂ, ഞാൻ നല്ലതേ കാണിക്കാറുള്ളൂ. ചുമ്മാ പറയും കേട്ടോ, ചുമ്മാ പറഞ്ഞല്ലോ. അങ്ങനല്ല എന്നുവെച്ചാൽ നല്ലതാണെന്ന് നമുക്ക് തോന്നിയാലേ നമ്മൾ പർച്ചേസ് ചെയ്യത്തുള്ളൂ. നമ്മൾ വിൽക്കാനായിട്ട് നമ്മളല്ലാതെ പൊട്ടയായിട്ടുള്ള സാധനം തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ല ബോഡി ഹഗ്ഗിങ് ആണ്, നല്ല സോഫ്റ്റ് ആണ്. മുന്താണി വന്നിട്ട് ഇതേണ്ട ഇങ്ങനെ കണ്ടോ, ആ ഒരു ചെക്ക് ഡിസൈൻ ആണ് അതിൻ്റെ ഒരു വെറൈറ്റി. ഇത്രയും കാലം കണ്ട് ബനാറസി സാരിയിൽ നിന്നും എന്താണ് ഇതിൻ്റെ വ്യത്യസ്തത എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ചെക്ക് ഡിസൈൻ തന്നെയാണ് അതിൻ്റെ വെറൈറ്റി. ഇങ്ങനെ വരുന്ന ആ ഒരു ബ്ലൗസും കണ്ടോ, ഒരു ബ്രൊക്കേഡ് പോലെ, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇതെല്ലാം വീവിങ് ആണ്, ഭയങ്കര സോഫ്റ്റുമാണ്. ലൈനിങ് ഒക്കെ ഇട്ട് തയ്ച്ച് കഴിയുമ്പോൾ നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടും. അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഇതിങ്ങനെ ബോർഡർ വരുന്നു, ഇത് ബ്ലൗസായിട്ട് നല്ല ആ ഒരു ബോർഡറും ഒക്കെ വെച്ചിട്ട് വരുന്നു. എന്നാ ഒരു രസമായിരിക്കും എന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കും. അടിപൊളിയാണ്, ഭയങ്കര രസം. അത് പിന്നെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനിരിക്കുന്നത് അത്രയും നമുക്ക് ഭയങ്കര ഒട്ടും പടുപടുപ്പേ തോന്നുന്നില്ല സാധാരണ ബനാറസി സാരി തൊടുന്ന പോലെ. അതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം. ടീൽ ബ്ലൂ, ഓരോന്നിൻ്റെ മുന്താണി ഞാൻ കാണിക്കാം അല്ലേ കേട്ടോ. ഇതൊട്ടും ഈ ഒരു ചെക്ക് ഉള്ളത് കൊണ്ടോ ആ ഒരു ഗോൾഡൻ വീവിങ് ഉള്ളത് കൊണ്ടോ ഒരു ശതമാനം പോലും ഓവറായിട്ട് തോന്നത്തില്ല കേട്ടോ. ചിലവർക്കല്ലോ ഭയങ്കര തിളക്കമാണോ അങ്ങനെ ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ. ഇല്ല, ഇത് ഫംഗ്ഷൻ വെയർ ആണെങ്കിൽ ഇത്രയും വേണം, അതിനുള്ള ഒരു ഇതുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ നീംസറിയുടെ തന്നെ വീവിങ് ആണ് മുന്താണിക്ക് വന്നിരിക്കുന്നത്. ബ്ലൗസ് സെയിം ബ്രൊക്കേഡ്. ബ്ലൗസ് ഓരോന്നിനും കാണിക്കണ്ടല്ലോ, സെയിം. അടുത്തത് നല്ല കരിമ്പച്ച അല്ലെങ്കിൽ ബോട്ടിൽ ഗ്രീൻ. കണ്ടോ, നല്ല രസമല്ലേ. ഒരു കരിമ്പച്ച എന്ന് പറഞ്ഞാലും ഇല്ലേ, ഒരു പേസ്റ്റൽ ചാർട്ടായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ബോട്ടിൽ ഗ്രീൻ എന്ന് പക്ക ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല, നല്ലൊരു പേസ്റ്റൽ ഗ്രീനാ, അങ്ങനെ പറയാൻ പറ്റുന്നത്. ആ ഒരു ട്രഡീഷണൽ നമ്മുടെ ഇപ്പം മെഹന്തി ബോർഡറും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും ഒരു ഭയങ്കര ഒരു രസം. ആന്റിക് ബോർഡർ, ആന്റിക് ഡിസൈനിൽ പെട്ട ഐറ്റംസ് ഇതെല്ലാം. ഇനി ഇതിൻ്റെ തന്നെ കോൺട്രാസ്റ്റും വരുന്നുണ്ട്. ഇതിപ്പോൾ വയലറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ലാവണ്ടർ. ചിലർ ലാവണ്ടർ എന്ന് പറയുന്ന ഒരു കളർ പറയുന്നുണ്ടല്ലോ, മനസ്സിൽ വിചാരിക്കുന്നത് വയലറ്റ് ലാവണ്ടർ അല്ലെന്നോ. വയലറ്റ് എന്ന് പറയുന്നത് ലാവണ്ടർ എന്ന് പറയുമ്പോൾ വയലറ്റ് നേർത്ത് വരുന്ന ലാവണ്ടർ, രണ്ടും ഒരു കുടുംബത്തിൽ പറഞ്ഞത് തന്നെ കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. ലാവണ്ടർ എന്ന് പറഞ്ഞാൽ വയലറ്റ് അല്ല എന്നൊരു അർത്ഥവും ഇല്ല. എന്നാ ചിലർക്ക് അത് അറിയത്തില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ഇതാ മുന്താണി ഇങ്ങനെ. ഞാൻ കണ്ണാടിയിലാണ് നോക്കുന്നത്, കാണത്തില്ലേ മുന്താണി. ഓരോ കളറിൻ്റെയാ, ചില കളറിനകത്ത് മുന്താണി എടുത്തറിയാം. മുന്താണി ഇനി ഒരെണ്ണം കൂടി ആന്റിക് ഡിസൈൻ വരുന്ന ആന്റിക് കാറ്റഗറി വരുന്നത് ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു ചോക്ലേറ്റ് ഷെയ്ഡ്. നല്ല ഭംഗിയാട്ടോ. ബോർഡർ എല്ലാം രണ്ട് സൈഡിൽ ഒരേ ബോർഡറാ, വീതി കാര്യങ്ങളും എല്ലാം ഒരേ ഇതാ. ചില സാരി വരുമ്പോൾ മേളത്തെ ബോർഡറിന് വീതി കുറവും താഴത്തെ ബോർഡറിന് വീതി കൂടി. ഇത് സെയിം ആണ്. വൺ പ്ലീറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നല്ലതായിട്ട് അത് പ്ലീറ്റ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ നല്ല രസമാണ്. ഇതിൻ്റെ ബ്ലൗസ് കാണിക്കാം. എല്ലാത്തിൻ്റെ ബ്ലൗസ് ഒന്ന് എന്നാലും ഇത്ര നേരം കാണിക്കാതിരുന്നുകൊണ്ട് ഒരു ബ്ലൗസ് കാണിച്ചു. ഇതാണ് ബ്ലൗസ്. എന്തിനാ എത്ര കഷ്ടപ്പെട്ട് ബ്ലൗസ് കാണിക്കുന്നതെന്ന് ഓർക്കരുതേ.
പ്ലീറ്റ് നമ്മൾ ഫോൾഡിങ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഒരു ആദ്യം കാണിച്ച ഈ ചില സാരിയിൽ അത് തിരിച്ചറിയാൻ പാട് വരുന്നുണ്ട്. ആ ഒരു ആൻറ്റിക് കളർ തന്നെ ബോർഡറിനും കൂടെ വരുമ്പോൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്. ഇനി ഇതിൻ്റെ കോൺട്രാസ്റ്റ് കാണിക്കാം. ആൻറ്റിക് ഡിസൈൻ അല്ല, കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. അത് ചിലർക്ക് കോൺട്രാസ്റ്റാണ് ഇഷ്ടം. എന്നെ സംബന്ധിച്ച് എനിക്ക് കോൺട്രാസ്റ്റാണ് ഇഷ്ടം. 2 കളർ ബോർഡറും ബോഡിയും 2 കളറിലിരിക്കുന്ന കോൺട്രാസ്റ്റ് മീൻസ് ബോഡിക്ക് ഒരു കളറ്, ബോർഡറിന് വേറൊരു കളറ്. അങ്ങനെ ഇതിപ്പം നല്ല ഡാർക്ക് വൈൻ, ഡാർക്ക് പർപ്പിളും ബോട്ടിൽ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ആൻറ്റിക് ഡിസൈൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഒരു എവർഗ്രീൻ ആണ്, എല്ലാവർക്കും ഏത് കാലത്തും ഇഷ്ടപ്പെടുന്ന ഒരു. ഓ എന്നെ പകിട്ടാന്ന് ആ സാരിക്ക് നോക്ക്, ഇഷ്ടപ്പെട്ടില്ലേ? കുഴപ്പമില്ല, കുഴപ്പമുണ്ടോ? ഇവിടെ വരുന്ന മുന്താണി വരുമ്പോൾ ഇങ്ങനെ. ഈ ബ്ലൗസ് തന്നെ ഒന്ന് നോക്കിയേക്കാം. ഞാനും ഇത് 12 പറഞ്ഞ പോലെ വന്നതേ ഉള്ളതുകൊണ്ട് അധികം കണ്ടിട്ടില്ല. ബ്ലൗസ് വരുന്നത് ഇങ്ങനെ. ഈ ബോർഡറിന് വരുന്ന മുന്താണിക്ക് വരുന്ന സെയിം സാധനമാണ് ബ്ലൗസായിട്ട് വരുന്നത്. നല്ല രസമാട്ടോ, നല്ല ഭംഗി, നല്ല എടുപ്പായിരിക്കും. കൈയൊക്കെ നല്ല ഫിറ്റായിട്ട് കറക്റ്റ് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് ഇടുന്ന പോലെ ഇരിക്കണം തയ്പ്പിക്കുമ്പോൾ. ചുളുങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും. മസ്റ്റാർഡ് യെല്ലോയുടെ ഡാർക്ക് വിത്ത് മെറൂൺ. മസ്റ്റാർഡ് യെല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബേൺഡ് ഓറഞ്ചിൻ്റെ ഒരു ഒരു ഷെയ്ഡാണ് മസ്റ്റാർഡ് യെല്ലോ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നേ ഉള്ളൂ. ബേൺഡ് ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗി. ബേൺഡ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങളങ്ങ് ഭയങ്കര കത്തുന്ന തീയിലേക്കൊന്നും ചിന്ത പോരുത് കേട്ടോ. എന്നെപ്പോലെ ഞാൻ ഒനിയൻ പിങ്ക് എന്ന് പറഞ്ഞാൽ സവോളയുടെ വിവിധ രൂപങ്ങളെ പറ്റി ചിന്തിക്കുന്ന സ്വഭാവമുണ്ട്. അത് ഇപ്പോൾ ഒരു ഒനിയൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഭാഗത്തും പല കളറുണ്ട്. അത് ഇപ്പോൾ തീയുടെ ഒരു ഇത് ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കരുത്. അത്രയും തുടങ്ങി അങ്ങ് എടുത്ത് നിൽക്കുന്ന ഒരു കളറല്ല, ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കളർ. എന്താണ് ഇതിൻ്റെ ബ്ലൗസ്? സെയിം മുമ്പേ കാണിച്ചില്ലേ, അതെ ബ്ലൗസ്. എല്ലാം വീവിങ് തന്നെയാണ്, അടിപൊളിയാണ്. ഈ ചെക്കേന് ബനാറസി അങ്ങനെ വരുന്നില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു സാധനം നമുക്ക് വരുന്നില്ലെന്നൊന്നും അവകാശപ്പെടാൻ പറ്റുന്നില്ല, എല്ലാം വരും. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഇതിപ്പോൾ ഇനി 5 കൊല്ലം മുന്നേ ഇറങ്ങിയതായിരിക്കും ഒരു, പക്ഷേ 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഇത് ട്രെൻഡാവും. കുറച്ച് കഴിയുമ്പോൾ ഈ ട്രെൻഡ് പോകും. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇത് ബോട്ടിൽ ഗ്രീൻ വിത്ത് ഡാർക്ക് മെറൂൺ. എന്താണ് ഇതിൻ്റെ രസത്തെ ബ്ലൗസ് കാണിക്കണ്ടല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വെറൈറ്റി സാരീസ് എല്ലാം കാണിച്ചത് നല്ലതല്ലേ? നല്ലതെന്ന് പറയണേ കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ഒക്കെ അടുത്ത ദിവസം കാണാം. ടാറ്റാ.